കേരളത്തിൽ നഗരങ്ങളെ നയിക്കാൻ സാരഥികളായി കോർപ്പറേഷനുകളിൽ ട്വിസ്റ്റുകളില്ലാതെ മേയർമാരെ തെരഞ്ഞെടുത്തു. മുനിസിപ്പാലിറ്റികളിലും അധ്യക്ഷന്മാരുടെ സ്ഥാനാരോഹണം ആഘോഷമാക്കി മുന്നണികൾ. കൊച്ചിയിൽ മേയറുടെ സത്യപ്രതിജ്ഞ കാണാൻ നിൽക്കാതെ മടങ്ങി ദീപ്തി മേരി വർഗീസ്. തിരുവനന്തപുരത്ത് ചട്ടലംഘന ആരോപണവുമായി CPM. തലസ്ഥാന നഗരിയിൽ ഇനി BJP ഭരണം. മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് BB രാജേഷ്. ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സ്വതന്ത്രനെയും ഒപ്പം കൂട്ടി ബലമുറപ്പിച്ച് BJP. UDFന്റെ 2 വോട്ട് അസാധു. 20 BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് CPM. കോടതിയെ സമീപിക്കാമെന്ന് കലക്ടർ. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ 3 നയിക്കാൻ വനിതകൾ. കൊച്ചിയിൽ VK മിനിമോളും കണ്ണൂരിൽ P ഇന്ദിരയും തൃശൂരിൽ നിജി ജസ്റ്റിനും സത്യപ്രതിജ്ഞ ചെയ്തു. എന്റെ പരമാവധി കഴിവും അറിവും വിവേചനാശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൊല്ലത്ത് ഹഫീസ് നയിക്കും. വോട്ടെടുപ്പിൽ SDPI പിന്തുണ UDFന്. കോഴിക്കോട്ടെ ഫലം ഉടൻ. അട്ടിമറികളില്ലാതെ മുനിസിപ്പാലിറ്റി അധ്യക്ഷ വോട്ടെടുപ്പ്. കേവല ഭൂരിപക്ഷമില്ലാത്ത തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP ഭരണത്തിലേക്ക്. ഒറ്റപ്പാലത്ത് CPM ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷൊർണൂരിൽ LDF വിമതയായി മത്സരിച്ച് ജയിച്ച P നിർമ്മല നഗരസഭാ അധ്യക്ഷ. പെരുമ്പാവൂരിൽ രാഹുകാലം നോക്കി UDF ചെയർപേഴ്സണിന്റെ സ്ഥാനാരോഹണം. കൊച്ചിക്ക് പിന്നാലെ തൃശൂരിലും മേയർ പ്രഖ്യാപനത്തെ ചൊല്ലി കോൺഗ്രസിൽ കലാപക്കൊടി. പദവിയിലേക്ക് തഴഞ്ഞതോടെ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ലാലി ജെയിംസ്. പണം വാങ്ങി മേയർ പദവി വിറ്റെന്ന് ഗുരുതര ആരോപണം. ഗ്രൂപ്പ് കളിച്ചത് KC വേണുഗോപാൽ. അവർ പറഞ്ഞത് ഒരു ടേം വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു. ഞാൻ ഒരിക്കലും ഒരു മേയർ പദവി ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയല്ല. താഴെ തട്ടിൽ നിന്ന് പണിയെടുത്ത് കയറി വരുന്ന ശക്തരായിട്ടുള്ള ആളുകളെ തഴയുന്നതിനോട് എനിക്കൊരു താല്പര്യം ഈ പാർട്ടിയോടില്ല. ആരോപണം വെറും തമാശയെന്ന് സണ്ണി ജോസഫ്. അച്ചടക്ക നടപടിക്കൊരുങ്ങി DCC. കൊച്ചി കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പിനിടയിലും കോൺഗ്രസിൽ കല്ലുകടി. സത്യപ്രതിജ്ഞാ ചടങ്ങിലും പരിഭവം മാറാതെ ദീപ്തി മേരി വർഗീസ്. ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ചടങ്ങിൽ നിന്ന് നേരത്തെ പോയത് ചട്ടലംഘനമെന്ന് പ്രതിപക്ഷം. തദ്ദേശ തലപ്പത്ത് പുതുചരിത്രമെഴുതി ദിയ പുളിക്കക്കണ്ടം. രാജ്യത്ത് പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി 21-കാരി. പാലാ നഗരസഭാ അധ്യക്ഷയായി സത്യപ്രതിജ്ഞ ചെയ്തു. യഥാർത്ഥിയായി വിശ്വാസ്യതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. നിരവധി പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് ദിയ ഹലോ മലയാളത്തിൽ. മുടങ്ങിപ്പോയ കുറേ അല്ലെങ്കിൽ പകുതി വെച്ച് നിർത്തിയ കുറേ പ്രോജക്ട്സ് ഉള്ളൊരു മുനിസിപ്പാലിറ്റിയാണ്. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അതിൻ്റെ ബാക്കി എന്താണെന്നൊന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ പുതിയ പ്ലാൻസിന് തുടക്കമിടണം. അതിനൊരു നല്ലൊരു അടിത്തറ ഇട്ട് നാളുകളിൽ വരുന്ന അധ്യക്ഷന്മാർക്ക് അത് കുറച്ചുകൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. പാലായിൽ ഇതാദ്യമായി കേരള കോൺഗ്രസ് M പ്രതിപക്ഷത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ D മണിയുടെ വീട്ടിലും സ്ഥാപനത്തിലും SIT പരിശോധന. ഇടനിലക്കാരനായ ശ്രീകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ്. പോറ്റിക്ക് പണം നൽകി എന്ന ആരോപണത്തിൽ വ്യക്തത വരുത്തുക ലക്ഷ്യം. ദേവസ്വം മുൻ അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല.
സോണിയാഗാന്ധി പോറ്റി ഫോട്ടോ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി വി.ഡി. സതീശൻ. പിണറായിക്കൊപ്പം ചിത്രമെടുക്കാമെങ്കിൽ സോണിയാഗാന്ധിക്കൊപ്പവും ചിത്രമെടുക്കാമെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയും പോറ്റിയും ഒന്നിച്ചുള്ള വ്യാജ ചിത്രത്തിൽ വെട്ടിലായി എൻ. സുബ്രഹ്മണ്യൻ. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ചിത്രം എന്ന് വിശദീകരണം. വയനാട് വണ്ടിക്കടവിൽ ഭീതി വിതച്ച നരഭോജി കടുവ കൂട്ടിലായി. വനം വകുപ്പിന്റെ കൂട്ടിലായത് 14 വയസ്സുള്ള ആൺകടുവ. ദേവർഗദ്ധയിൽ ആദിവാസി വയോധികനെ കൊന്ന കടുവ എന്ന് സ്ഥിരീകരണം. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മലപ്പുറം വേങ്ങരയിൽ പോസ്റ്റർ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട് സ്വത്താണോ എന്ന് ചോദ്യം. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഗ്രീൻ ആർമിയുടെ പേരിൽ. വേങ്ങരയിൽ തന്റെ കുടുംബത്തിൽ നിന്നുള്ള ആളല്ല പ്രസിഡന്റ് ആകുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ തിരുത്തൽ നടപടികൾ ആവശ്യപ്പെടാൻ CPI. വാക് സാമർഥ്യം കൊണ്ട് കണക്ക് നിരത്തി പരാജയത്തെ വിജയമായി കാണില്ല എന്ന് ബിനോയ് വിശ്വം. തോൽവി താൽക്കാലികമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ദീർഘദൂര ട്രെയിൻ യാത്രയ്ക്ക് ഇനി ചെലവേറും. പുതുക്കിയ യാത്രാ നിരക്ക് പ്രാബല്യത്തിൽ. 215 കിലോമീറ്ററിന് മുകളിലുള്ള ഓർഡിനറി ക്ലാസുകളിൽ കിലോമീറ്ററിന് 1 പൈസ വീതം കൂടും. AC കോച്ചുകളിലെ വർധന കിലോമീറ്ററിന് 2 പൈസ നിരക്കിൽ. 215 കിലോമീറ്റർ വരെ നിരക്കിൽ മാറ്റമില്ല. ലക്ഷ്യമിടുന്നത് 600 കോടിയുടെ അധിക വരുമാനം. നൈജീരിയയിലെ IS കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണവുമായി അമേരിക്ക. ഭീകരരുടെ ക്രൂരതകൾക്കുള്ള മറുപടിയെന്ന് അമേരിക്കൻ സൈന്യം. പെർഫെക്റ്റ് സ്ട്രൈക്ക് എന്ന് ഡൊണാൾഡ് ട്രംപ്. മതഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്ത് ഫാഷിസത്തിൻ്റെ ഒരു വലിയ കടന്നുവരവിൻ്റെയും വലിയ വിപത്തിൻ്റെയും സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്. സഭാ നേതൃത്വം ഗൗരവത്തോടെ കാണുന്നില്ല എന്ന വിമർശനം. ഉത്തരേന്ത്യയിലെ സമാനമായ ആക്രമണങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത് ആശങ്കയെന്നും മാർ കൂറിലോസ് ഹലോ മലയാളത്തിൽ. മണ്ഡലപൂജകൾക്കായുള്ള തങ്ക അങ്കി ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്ത്. പമ്പയിൽ നിന്നും ശരംകുത്തിയിൽ എത്തുന്ന ഘോഷയാത്രയെ ദേവസ്വം ഉദ്യോഗസ്ഥർ സ്വീകരിക്കും. തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് 6:30. പമ്പയിലും സന്നിധാനത്തും ഭക്തർക്ക് നിയന്ത്രണം. സമര പോരാട്ട ചരിത്രത്തിൽ 100 വർഷം പൂർത്തിയാക്കി CPI. പാർട്ടി രൂപീകരണത്തിന്റെ ശതാബ്ദി വർഷം ആഘോഷമാക്കാൻ നേതൃത്വം. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസായ അജോയ് ഭവനിൽ ജനറൽ സെക്രട്ടറി D. രാജ പതാക ഉയർത്തും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. സോഷ്യൽ മീഡിയ നയത്തിൽ സുപ്രധാന ഭേദഗതികളുമായി ഇന്ത്യൻ സൈന്യം. പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് സൈനികർക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗത്തിന് തടസ്സമില്ല. പോസ്റ്റുകളിൽ കമന്റും ലൈക്കും മെസ്സേജും പാടില്ല. പരിഷ്കാരത്തെ പാസീവ് പാർട്ടിസിപ്പേഷൻ എന്ന വിശേഷണവുമായി സൈനിക വൃത്തങ്ങൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഓർമ്മയിൽ രാജ്യം. വിപുലമായ അനുസ്മരണ പരിപാടികളുമായി കോൺഗ്രസ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യക്ക് പുതിയ മുഖം നൽകിയ നേതാവെന്ന് രാഹുൽ ഗാന്ധി. സംഗീത പരിപാടിയിലേക്ക് നിയന്ത്രണം മറികടന്നെത്തിയ ആരാധകരെ മൃഗങ്ങളോട് ഉപമിച്ച് ബോളിവുഡ് ഗായകൻ കൈലാഷ് ഖേർ. തിരക്ക് കൂട്ടിയവരുടെ പെരുമാറ്റം മൃഗങ്ങളെപ്പോലെയെന്ന് പരാമർശം. ചൊടിപ്പിച്ചത് ആരാധകരുടെ തിരക്കിൽ പരിപാടി തടസ്സപ്പെട്ടത്. മെക്സിക്കോയിൽ ബസ് അപകടത്തിൽ 10 പേർക്ക് ദാരുണാന്ത്യം. 30-ലധികം പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മെക്സിക്കോ നഗരത്തിൽ നിന്നും ചീക്കോൺ തെപ്പയ്ക്കിലേക്ക് പോയ ബസ്. ദാരുണ സംഭവം ക്രിസ്മസ് രാത്രിയിൽ. അമേരിക്കയിലെ കാലിഫോർണിയയിൽ മഴക്കെടുതി രൂക്ഷം. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 3 പേർക്ക് ദാരുണാന്ത്യം. പല നഗരങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഗവർണർമാർ. തുർക്കിയിൽ പുതുവത്സരാഘോഷങ്ങൾക്കിടെ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട 115 IS ഭീകരർ അറസ്റ്റിൽ. വൻ സ്ഫോടക ശേഖരവും പിടിച്ചെടുത്തു. ഇസ്താംബൂളിൽ 124 ഇടങ്ങളിൽ വ്യാപക പരിശോധന.
ആഷസ് 4ാം ടെസ്റ്റിൽ ഓസീസിനും ഇംഗ്ലണ്ടിനും ബാറ്റിംഗ് തകർച്ച. ഓസീസിന്റെ 182 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ടിന് 110 റൺസിന് പുറത്ത്. ഇംഗ്ലണ്ടിനായി 5 വിക്കറ്റ് വീഴ്ത്തി ജോഷ് ടങ്ക്. ഓസീസ് നിരയിൽ തിളങ്ങി മൈക്കൽ നേസറും സ്കോട്ട് ബോളണ്ടും. അങ്കമാലിയിൽ ക്രിസ്മസ് കരോൾ കളറാക്കി ആന്റണി വർഗീസ് പെപ്പയും നീരജ് മാധവും. റോഡിൽ പാട്ടും ഡാൻസുമായി താരങ്ങൾ. പെപ്പെ പങ്കുവച്ച വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. പൃഥ്വിരാജിന്റെ ഹിന്ദി ചിത്രം ദായിറയുടെ ചിത്രീകരണം പൂർത്തിയായി. മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് ജംഗിലി പിക്ചേഴ്സും പെൻ സ്റ്റുഡിയോസും. സമകാലിക സംഭവങ്ങളുടെ നേർക്കാഴ്ചയെന്ന അണിയറക്കാർ. ചിത്രത്തിൽ പൃഥ്വിരാജ് എത്തുന്നത് പോലീസ് വേഷത്തിൽ.